ഞങ്ങളിവിടെ ഗോദാവരിയിൽ എത്തിയിട്ടാ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ചെയ്തിട്ടുണ്ടാ? ആദ്യമാണ്. അസ്ഫാക്കോ സ്കീയിങ് ചെയ്തിട്ടുണ്ട്, ബോർഡിങ് ആദ്യമായിട്ടാണ്, ഐസ് ബോർഡിങ് ആദ്യമായിട്ടാണ്. നമുക്ക് നോക്കാം. നല്ല മഞ്ഞ് വീഴ്ചയുണ്ട് കേട്ടാ. ഇതാണ്ടാ മഞ്ഞ് നല്ലോണം കുത്തിപ്പോയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. കണ്ടാ ഒന്നും കാണുന്നില്ല കേട്ടോ, മൂടൽ മഞ്ഞ് പോയി ആയിക്കിടക്കാണ്. ഈ മഞ്ഞിന്റെ ഷേപ്പ് കണ്ടോ, വാട്സപ്പിലൊക്കെ അയക്കുന്നില്ലേ, അതിന്റെ അതേ ഷേപ്പാണ് ഈ മഞ്ഞിനുള്ളത്. ഗോദാവരിന്റെ ഏറ്റവും ടോപ്പിലാണ്. ശരി, ബാക്കോട്ട് ബാക്കോട്ടാ. ഷോപ്പിംഗ് മനസ്സിലായ? അത്രേ ഉള്ളൂ. നീ ഒന്ന് ഷോപ്പ് ചെയ്താ ജസ്റ്റ് ചെരിഞ്ഞാൽ മതി. അങ്ങനെ ചെരിഞ്ഞാൽ മതി. അങ്ങനെ റെഡിയാവും. എന്റെ കൈ ഫ്രോസ് ബൈറ്റ് അടിക്കുന്നത്. ജോർജിയയിൽ മഞ്ഞുള്ള സ്ഥലം കാണണം, മഞ്ഞുള്ള സ്ഥലം കാണുന്ന കുട്ടികളെല്ലാവരും പറയുന്നതാണ്. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ജോർജിയയിൽ മഞ്ഞുള്ള ഒരു സ്ഥലം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് മെഡിക്കൽ യൂണി ജോർജിയയുടെ 7ാമത്തെ ദിവസമാണ്. എക്സ്പ്ലോറിംഗ് യൂണി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നമുക്ക് ഇന്ന് മുതൽ ജോർജിയയിലുള്ള ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും സ്റ്റുഡന്റ് ലൈഫും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫുഡ്, അക്കോമഡേഷൻ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയി നേരിട്ട് കാണുകയും അവിടെയുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് ജോർജിയയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ജോർജിയയിൽ ഗോദാവരിയിലും ബക്കുരിയാനിയിലാണ് പ്രധാനമായിട്ട് മഞ്ഞുള്ളത്. ഇവിടെ മാത്രമേ മഞ്ഞുള്ളൂ എന്നല്ല കേട്ടോ, ഇവിടെയാണ് പ്രധാനമായിട്ടും ടൂറിസ്റ്റുകളൊക്കെ പോകുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് ഇതിലൊരു സ്ഥലമായിട്ടുള്ള ഗോദാവരിയിലേക്കാണ്. അപ്പൊ ഇന്ന് ഞാൻ ഗോദാവരിയിലേക്ക് പോവാണ്. ഇതാണ് ഞാൻ നിന്നിരുന്ന ഐബിസ് ഹോട്ടൽ. അപ്പൊ ഇന്ന് ഞാൻ ഇതുവരെ ടിബിലിസിയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അതിന്റെ കാരണം എന്താണെന്നുള്ള ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടു. ഇന്ന് ഞങ്ങൾ 4 പേരാണ് ഗോദാവരിയിലേക്ക് പോകുന്നത്. റോഷനും, അഷ്ഫാഖും, ജോയലും പിന്നെ ഞാനും. റോഷനും ജോയലും ഒക്കെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിക്കുന്ന കുട്ടികളാണ്. അഷ്ഫാഖ് നമ്മളോട് ടിബിലിസിന്നേ ഇല്ല, ഓൻ ഓൾറെഡി ഗോദാവരിയിലുണ്ട്, ഓൻ ആടുന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മളിപ്പോ ലിബർട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗോദാവരിയിലേക്കാണ് ഫസ്റ്റ് റൈഡ് പോകുന്നത്. 6:30 ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. 9 മണിയായി, 8:45 ഇറങ്ങാൻ. ജോലപ്പോ കിടന്നുറങ്ങില്ലേ? രാവിലെ ഒരു 5 മണിക്കൂർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗോദാവരിയിൽ എത്തിയിട്ട് നമുക്ക് സ്കീയിങ് ഒക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാട്ടൊക്കെ പാടി സിറ്റിയൊക്കെ ആസ്വദിച്ച് മെല്ലെയാണ് അങ്ങോട്ടേക്ക് പോയത്. ഞങ്ങൾ ഗോദാവരിയിലേക്ക് ഓൾമോസ്റ്റ് അടുക്കുമ്പോൾ തന്നെ ദൂരത്ത് ആ ഐസ് മൗണ്ടൈന് കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ ഗോദാവരിയിലേക്ക് പോകുന്നത് കാർ റെന്റിന് എടുത്തിട്ടാണ്. അത് മാത്രമല്ല കുറഞ്ഞ റേറ്റിന് ഈ കാറുകൾ നമുക്ക് ജോർജിയയിൽ വാങ്ങാനും പറ്റും. ഇന്ത്യൻ ലൈസൻസ് മതി ശരിക്കും ജോർജിയയിൽ വണ്ടി ഓടിക്കാൻ. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതിന്റെ മുന്നേ RT ഓഫീസിൽ പോയിട്ട് IDPക്ക് ഒന്ന് അപ്ലൈ ചെയ്യണം. IDP എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്. പിന്നെ ഇവിടെ പ്രത്യേകം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജോർജിയയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. ജോർജിയയിലെ റോഡുകളിലെല്ലാം സ്പീഡ് ക്യാമറകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ റോഡിന്റെയും സ്പീഡ് നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. പിന്നെ ജോർജിയയിൽ ഒരുപാട് കുട്ടികൾ പാർട്ട് ടൈമിന് പോകുന്നുണ്ട്. റോഷനും ജോയലൊക്കെ പാർട്ട് ടൈം ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഓരോട് അതിന്റെ കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. റോഷൻ, നമ്മളെ പാർട്ട് ടൈം എന്തൊക്കെ പാർട്ട് ടൈം കൂടെ ചെയ്യാൻ പറ്റാം? ഇപ്പോൾ സ്റ്റുഡൻസിന് MBBS സ്റ്റുഡൻസിന് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക ഒന്ന് വെക്കേഷൻ ടൈമിൽ ഇതേപോലെ ട്രാവൽ ഗൈഡ് ആയിട്ട് പോവാം. പിന്നെ ഫ്രീ ടൈം നോക്കിയിട്ട് നമുക്ക് ഡെലിവറി ബോയ്സ് ആയിട്ടും പോവാം. എന്നാലും ഇപ്പോൾ ഒരു മാസം ഫുള്ള് ഡെലിവറി ബോയ് ആയിട്ട് ഓടാന്നിരിക്കാം. അതായത് അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും മാസം? 1.5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. ഡെലിവറി മാത്രം നമ്മുടെ ഒരു താല്പര്യം അനുസരിച്ച്. അതായത് നമുക്കിപ്പോൾ കൂടുതൽ ഓടണമെങ്കിൽ കൂടുതൽ ഓടാം. അല്ല, നമ്മളിപ്പോൾ നൈറ്റ് ഓടാന്നിരിക്കാം, അതായത് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഓടുന്നതെന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 80,000 അടുത്ത് തന്നെയല്ലോ ഉണ്ടാക്കാം. 80,000 രൂപ അടുത്തുണ്ടാക്കാം. ഡെയിലി ഒരു 2,000 കൂട്ടിക്കും. ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലേ? അതായത് വിസയിൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല നമുക്ക് വർക്ക് ചെയ്യുന്നതിന്? നിൽക്കാം, അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജോർജിയയിലെ MBBS വരുന്ന കുട്ടികളോട് പറയാനുള്ളത് പാർട്ട് ടൈം ആലോചിച്ച് വരണ്ട. നിങ്ങൾക്ക് ഇവിടെ 2 മാസം വെക്കേഷൻ ഉണ്ടല്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെലിവറി പോയിട്ട് ഓടാനോ അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ടൂറിസ്റ്റ് ഗൈഡായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അതല്ല MBBS പഠിക്കുന്ന സമയത്ത് ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. റോഷനോട് ചോദിച്ചു, റോഷൻ എങ്ങനെ സമയം ഉണ്ടാ? ഒരു സെം വെക്കേഷൻ ആയതുകൊണ്ടാണ് റോഷൻ ഇപ്പോൾ കിട്ടിയത്. ഇപ്പോൾ ഫഹദിന്ന് വരാൻ പറ്റില്ല, കാര്യം നാളെ പരീക്ഷയാണ്. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ പിന്നെ പ്രസന്റേഷൻ ആണ്. ഓരോ ദിവസവും എടുത്തു വെക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും നിങ്ങൾക്ക് എന്തുണ്ടാവും, വർക്കുകൾ പഠിക്കാനും ഉണ്ടാവും. അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും കോഴ്സുകൾ എടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രോപ്പറായിട്ട് ജോർജിയൻ ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ പാർട്ട് ടൈം ഒരുപാട് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. പിന്നെ ജോർജിയൻ ഭാഷ മര്യാദയ്ക്ക് പഠിക്കുക എന്നുള്ളതാണ്. ഗോദാവരി ശരിക്കും റിമോട്ട് ലൊക്കേഷൻ ആണെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്ന റോഡുകളൊക്കെ നല്ലതായിരുന്നു. ഞങ്ങൾ ശരിക്കും ഗോദാവരിയിലേക്ക് പോകുന്നത് മഞ്ഞൊക്കെ കഴിയാനാവുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ഗോദാവരിയിൽ സ്കീ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അഷ്ഫാഖ് ഇന്നലെ
ഇന്നലെ പോയതുകൊണ്ട് ഓനവിടെ മഞ്ഞുണ്ട്, സ്കീ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എക്യുപ്മെന്റ്സ് ഒക്കെ റെന്റൽ എടുത്തത്. ഇന്ന് നല്ല സണ്ണി ക്ലൈമറ്റ് ആണ്. റോഡിന്റെ സൈഡിലുള്ള മലകളിലൊക്കെ മഞ്ഞുകളൊക്കെ ഉരുകിയിട്ട് പച്ചപ്പ് കാണാൻ പറ്റുമായിരുന്നു. ശരിക്കും വിന്ററിന്റെ പീക്ക് ടൈമിൽ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും, വെള്ള നിറത്തിലായിരിക്കും ഉണ്ടാവുക. ഞങ്ങളങ്ങനെ ഗുദാവരിയിലേക്ക് അടുക്കാൻ തുടങ്ങിയപ്പോൾ മൗണ്ടൈനിലൊക്കെ കുറച്ച് മഞ്ഞ് കാണാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഒരു സമാധാനമായി. ഗുദാവരിയിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാറാണ് പതിവ്. എന്നാലേ ഇവിടെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഗുദാവരിയിലേക്ക് അടുക്കുമ്പോൾ തന്നെ നമുക്ക് കേബിൾ കാർ കാണാൻ പറ്റുമോ. ഞങ്ങൾ അങ്ങനെ ഓടി ഗുദാവരിന്റെ മുകളിലെത്തി. അവിടെ എത്തിയപ്പോൾ മഞ്ഞുരുകാൻ തുടങ്ങിയോണ്ട് ആകെ ചളിവിളിയായിരുന്നു. അതിന്റെ ഇടയിലൂടെ ഒരു മൂലക്ക് വണ്ടി കൊണ്ടിട്ടിട്ട് ആദ്യം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നടന്ന് കണ്ടോക്കാന്നുള്ള രീതിയിൽ ഇറങ്ങി. ഞങ്ങളിവിടെ ഗുദാവരിയിൽ എത്തിയതാ. ഇതുവരെ ഞാൻ കസാക്കിൽ ഉസ്ബക്കിൽ വന്ന് സ്കീയിങ് എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ സ്കീയിങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കാണിച്ചു തരാം. അതിൻ്റെ ഇവിടെ റോഷൻ ഉണ്ട്, മൗണ്ടൈൻ കാണിച്ചു തരാം. ഇതാണ് സ്കീ മൗണ്ടൈൻ. ഇവിടെ മഞ്ഞ് വീഴുന്ന സമയത്ത് ഈ മഞ്ഞിൻ്റെ ഷേപ്പ് കണ്ടോ, ഞാൻ കാണിച്ചിട്ട് കുറച്ച് മഞ്ഞ് വീഴുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് ആണ് നോക്ക് അല്ലേ. കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വാട്സപ്പിലൊക്കെ അയക്കുന്നില്ലേ, അതിൻ്റെ അതേ ഷേപ്പാണ് ഈ മഞ്ഞിനുള്ളത്. ഒന്ന് നടന്ന് അവിടെയുള്ള സ്കീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ആയുധം എടുക്കാൻ വന്നു. സ്കീ എക്യുപ്മെൻറ്റ്, സ്കീ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഞങ്ങളങ്ങനെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് അങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്ത് മഞ്ഞുരുകിയിട്ട് അതിൽ ചവിട്ടിയിട്ട് കാല് നന്നായിട്ട് തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വലിച്ചു വേറി മുകളിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ സ്കീ ചെയ്യുന്നു. ഇരുന്നിട്ടും നിന്നിട്ടും ചെരിഞ്ഞിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തി ആൾക്കാർ പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളെ വരെ അവിടെ നിന്ന് സ്കീ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ഇന്ന് സ്കീ ചെയ്യാനല്ല വന്നത്, ഐസ് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കീയിങ്ങും ഐസ് ബോർഡിങ്ങും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സ്കീ എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നില്ല, 2 വടിയൊക്കെ കുത്തിയിട്ട് പോകുന്നത്, അതാണ് സ്കീയിങ്. ഐസ് ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതാണ്. ഐസ് ബോർഡിംഗ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. 2 കാലും ബോർഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഗുദാവരിയിൽ സ്കീയിങ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ മുകളിലെത്തുമ്പോഴേക്കും അഷ്ഫാഖ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടോ? ആദ്യമാണ്. അഷ്ഫാഖോ സ്കീയിങ് ചെയ്തിട്ടുണ്ട്, ബോർഡിങ് ആദ്യമായിട്ടാണ്, ഐസ് ബോർഡിങ് ആദ്യമായിട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇവരുടെ പഠിക്കണതും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ സ്കീ സാധനങ്ങളൊക്കെ ഇട്ട് സ്കീയിങ് പ്രൊഫഷണൽസിനെ പോലെ റെഡിയായി ഇറങ്ങി. ഞങ്ങൾ നൃത്തം കണ്ടു കഴിഞ്ഞാൽ ഈ മൗണ്ടൈൻ മൊത്തം ഇപ്പോൾ ചുറ്റിക്കറങ്ങി കളിയും എന്നുള്ള രീതിയിലാണ്. ഗുദാവരി മൗണ്ടൈൻ്റെ ഏറ്റവും മുകളിലാണ്. അപ്പോൾ ഇവർ പഠിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കാം. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുദാവരിയിൽ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ജസ്റ്റ് ഒരു സ്ഥലത്ത് നിന്നൊക്കെ സ്കേറ്റ് ചെയ്ത് പഠിക്കാനാണെങ്കിൽ വലിയ പ്രശ്നമില്ല, അവിടെ പൈസ ഒന്നുമില്ല, നമുക്കിങ്ങനെ നടന്ന് കയറണമെന്നുള്ളൂ. ഇനി നമ്മൾ ഈ കേബിൾ കാർ യൂസ് ചെയ്യാനാണ് ശരിക്ക് നമുക്കിവിടെ പേയ്മെൻറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ഉദാഹരണത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേബിൾ കാർ പേയ്മെൻറ്റ് ചെയ്യണം. അതായത് ഓൾമോസ്റ്റ് 70 ലാരിയാണ് അൺലിമിറ്റഡ്. ഒരാൾക്കാണെങ്കിൽ ഒരു പ്രാവശ്യമാണെങ്കിൽ 14 ലാരി, അതല്ല അൺലിമിറ്റഡ് പ്രാവശ്യം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക 70 ലാരി കൊടുക്കണം. നമ്മൾ ഇതിൽ ഹെൽമെറ്റ് ആവശ്യമുണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്കേറ്റ് ബോർഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് റെൻ്റ് എടുക്കുകയാണെങ്കിൽ 70 ലാരി വരും ഹെൽമെറ്റിനും അതേപോലെ തന്നെ ഈ സ്കീ പാസിനും. അത് നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 40 ലാരിക്ക് നിങ്ങൾക്ക് ടിബിലിസിൽ നിന്നൊക്കെ എടുത്ത് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ ടിബിലിസിൽ നിന്നൊക്കെ റെൻ്റ് ചെയ്ത് വരുന്നതാണ് നല്ലത്. ഈ സ്കേറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കസാഖിസ്ഥാനിൽ ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ വലിയ പ്രശ്നമില്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒരു ദിവസം മതി. ഓൾമോസ്റ്റ് ഒരു 5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഐസ് സ്കേറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ അതന്നെ മതിയാവും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ. ഞങ്ങളങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും ഒന്നും ഊരി നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത്. ചറപറ വീഴാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് വീണ് പഠിക്കേണ്ട ഒരു സാധനമാണെന്നുള്ളത്. ഇത് ശരിക്കും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിമാണ്. കാരണം വീഴുന്ന സമയത്ത് ഊരോ കയ്യോ കുത്തിപ്പോയിക്കൊണ്ടെങ്കിൽ ഒടിയൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുന്നിലും പിന്നിലൊക്കെ ഒരുപാട് ആൾക്കാർ സ്കീ ചെയ്തുകൊണ്ട് കൂട്ടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ റെന്റിനെടുത്ത് വന്നതല്ലേ, എന്തായാലും ഒന്ന് പരീക്ഷിക്കാന്നുള്ള രീതിയിൽ സ്കീ പാസ് എടുത്ത് താഴേക്ക് സ്കീ ചെയ്ത് ഊരാൻ തുടങ്ങി. ബോർഡിൽ ഊരിയിട്ടാണോ ഉരുണ്ടിട്ടാണോ താഴെത്തി എന്നറിയില്ല, എങ്ങനെയോ ഞങ്ങൾ താഴെത്തി. അവിടുന്ന് കേബിൾ കാർ കയറിയിട്ടാണ് മുകളിലേക്ക് വന്നത്. അങ്ങനെ 1-2 പ്രാവശ്യം ഊരി കളിക്കുമ്പോഴേക്കും ആഫ്റ്റർനൂൺ ആയി. ഗുദാവരിയിൽ ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്കും നല്ല സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അങ്ങനെ ഒടുക്കത്തെ റിസ്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഗുദാവരിന്റെ ഏറ്റവും വലിയ മൗണ്ടൈനിലേക്ക് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ട് കേബിൾ കാർ കയറി. നല്ല മഞ്ഞ് വീഴ്ചുണ്ടാ, ഇതാണ്ടാ മഞ്ഞ് നല്ലോണം കുത്തിപ്പോയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. കേബിൾ കാർ മുന്നോട്ടേക്ക് പോയി മുകളിൽ എത്താൻ നേരത്തേക്ക് ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. തണുത്തിട്ട് ശരിക്കും എൻ്റെ കൈയൊക്കെ മരവിക്കുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് അടുക്കും തോറും തൊട്ടടുത്തുള്ള കേബിൾ കാർ പോലും കാണാത്ത രീതിയിൽ മഞ്ഞ് മൂടി. ഞങ്ങൾ അങ്ങനെ ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോഴേക്കും മഞ്ഞ് നല്ല രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മൗണ്ടൈൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് സ്കീ ചെയ്യാൻ പോവാണ്. കണ്ടില്ല, മഞ്ഞ് ഒഴുകാണ്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാൻ നേരിച്ച് ഞങ്ങൾ അവിടുന്ന് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെയും സ്കീ ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ നല്ല പ്രയാസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ട് ക്യാമറ തെറിച്ചു പോകും. ശരിക്കും ജോർജിയയിൽ നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട 2 സ്ഥലങ്ങളാണ് ഗുദാവരിയും ബക്കുരിയാനിയും. അങ്ങനെ ഞങ്ങൾ താഴെത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് സ്കീ റിസോർട്ട് ക്ലോസ് ചെയ്യാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടെ പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ടിബിലിസിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ടിബിലിസിയിൽ വന്നിട്ട് ഒരു ജോർജിയൻ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് 1-2 ജോർജിയൻ ഫുഡ് ഓർഡർ ചെയ്ത് നോക്കി. ശരിക്കും നമുക്കിത് കഴിക്കാൻ പ്രയാസമാണ് കേട്ടോ, വലിയ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഒന്നുമല്ല ഇതിന്.
ടിബ്ലിസിയിൽ തിരിച്ചെത്തിയപ്പോൾ മർജാൻ ഷൊലിയുള്ള ആ ഒരു ഡോണറ്റ് കഴിക്കണം എന്ന് എനിക്ക് വല്ലാത്തൊരു പൂതി തോന്നി. ജോർജിയയിൽ വന്നിട്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കഴിച്ച ഒരേ ഒരു ഡിഷ് ഈ ഒരു ഡോണറ്റ് മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ ഡോണറ്റും കഴിച്ച് മർജാൻ ഷൊലിയിൽ നിന്ന് മെട്രോ കയറിയിട്ട് ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ പോകാന്ന് വിചാരിച്ചു. ജോർജിയയിൽ എത്തിക്കഴിഞ്ഞാൽ മെട്രോ യൂസ് ചെയ്യാൻ നമുക്ക് മെട്രോ കാർഡ് വേണം. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ജോർജിയയിലുള്ള ബാങ്ക് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ജോർജിയന്റെ കാർഡ് യൂസ് ചെയ്ത് തന്നെ മെട്രോ ആക്സസ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് ബാങ്ക് അക്കൗണ്ട് കിട്ടുന്നതിന്റെ മുന്നേ ആണെങ്കിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളാണെങ്കിൽ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ തന്നെ മെട്രോ കാർഡ് വാങ്ങാൻ പറ്റും. വലിയ പണിയൊന്നുമില്ല, പൈസ കൊടുത്താൽ സ്പോട്ട് കിട്ടും. ഈ മെട്രോ കാർഡ് ഓരോ സ്റ്റേഷനിലും കൗണ്ടർ ഉണ്ടാവും, അവിടുന്ന് റീചാർജ് ചെയ്യാൻ പറ്റും. ജോർജിയയിലുള്ള ഭൂരിഭാഗം മെട്രോയും സോവിയറ്റ് യൂണിയന്റെ സമയത്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗവും അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. അതുകൊണ്ട് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് എസ്കലേറ്റർ ഇറങ്ങിയിട്ട് വേണം മെട്രോയിൽ കയറാൻ. അത് ശരിക്കും നല്ലൊരു രസമാണ്. പിന്നെ എല്ലായ്പ്പോഴും ചെയ്ത് കൗതുകമില്ലാണ്ടാവും കേട്ടോ, പക്ഷെ ടൂറിസ്റ്റൊക്കെ ഒരു രസമാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോ ഒക്കെ കയറി ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഐസ് സ്കേറ്റിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വടിയൊക്കെ ഇവിടുന്ന് തരും. എന്നാൽ പിന്നെ അതൊക്കെ പിടിച്ചിട്ടൊന്ന് പഠിച്ചാളെന്ന് വിചാരിച്ചു. ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാലൻസ് ആയി വരുന്നവരെ ഒരുപാട് വട്ടം വീ എന്നുള്ളത് ഉറപ്പായിരുന്നു. വി ആർ റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഐസ് സ്കേറ്റിങ്ങിന് ഇറങ്ങിയ സമയത്ത് അവിടെ ഫുള്ള് ജോർജിയൻസ് ആയിരുന്നു. ഒറ്റ ഇന്ത്യൻ സ്റ്റുഡൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ച സമയത്ത് ഫഹദൊക്കെ വന്നിട്ട് 2 കൊല്ലമായി, അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതായത് ഒരുപാട് ഇന്ത്യൻസും മലയാളികളും ടിബിലിസിയിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. അവിടെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അവിടെയുള്ള ജോർജിയൻസ് ഭയങ്കര കമ്പനിയായിരുന്നു. നമുക്ക് സ്കേറ്റിംഗ് ചെയ്യാനൊക്കെ അവർ പിടിച്ചേരിയും അതുപോലെ നമ്മളെ ചെയറിൽ ഇരിപ്പിച്ച് ഉന്തിക്കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐസ് സ്കേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ഞാനിന്ന് ടിബിലിസിയിൽ നിന്ന് ബത്തൂമിയിലേക്ക് പോവാണ്. ബത്തൂമിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഞാൻ ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തത്. ഞാനൊരു സെമി സ്ലീപ്പർ ബസ്സാണ് ബുക്ക് ചെയ്തത്. നമ്മുടെ നാട്ടിലൊരു സാധാരണ ബസ്സില്ലേ, അതുപോലത്തെ ഒരു ബസ്സാണ്. ഇനി ബത്തൂമിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ടിബിലിസിയിലേക്ക് ഒരു മടക്കമുള്ളൂ. ടിബിലിസിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 6 മണിക്കൂറോളം ബസ് പോകാനുണ്ട് ബത്തൂമിയിലേക്ക്. നമ്മൾ സ്കീയിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ ബത്തൂമിയിലേക്ക് പോകാൻ വേണ്ടി ബസ് ബുക്ക് ചെയ്തത്. ബസ്സിലേക്ക് എത്തിയേക്കാണ്. 1 മണിക്കാണ് ബസ് ഇറങ്ങുന്നത് അല്ലേ. അപ്പം ഇതാണ് ബസ് സ്റ്റേഷൻ. അപ്പോൾ ജോർജിയൻ മെട്രോ ബസ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ സൈറ്റ് തന്നെ, അതായത് ജോർജിയൻ മെട്രോ ബസ് എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബസ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ടിബ്ലിസിയിൽ നിന്ന് ബത്തൂമി വരെ ചാർജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 40 ലാരിയാണ്. 40 ലാരിക്ക് നമുക്ക് ടിബ്ലിസിയിൽ നിന്ന് ബത്തൂമി വരെ പോകാൻ പറ്റും. ഞാനങ്ങനെ ബസ് കയറിയപ്പോൾ ഇന്ന് കുറേ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് നാളെ ബത്തൂമിയിലുള്ള ബത്തൂമി ഷോട്ടാ റുസ്താവലി യൂണിവേഴ്സിറ്റി കാണാം.